ഹായ്, എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നേരത്തെ നീട്ടു ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു. വെള്ളം വന്നിട്ടുണ്ടായിരുന്നു മൂർക്കനാടിൻ്റെ, അതൊക്കെ പിടിച്ചു. ഒരു ടാങ്കും കൂടെ നിറയാണ്ട് അതിക്ക് ഓസ് ഇട്ടേക്കാണ്. പിന്നെ അടുക്കളയിൽ ചായ ഉണ്ടാക്കി, ചുക്കുവെള്ളം ഉണ്ടാക്കി. പിന്നെ ഉപ്പുമാവാണ് കേട്ടോ, പച്ചരിയും കൊണ്ട് ഉപ്പുമാവാണ്. അപ്പം അത് അടുപ്പത്ത് വേഗമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, അടുപ്പത്ത് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ ശ്രീലക്ഷ്മി ഇതാട്ടോ വീട്ടിലിങ്ങനെ വരികയാണ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എന്താ തിരിച്ച് പറയാത്തെ? അപ്പോൾ ആ ഒരു പിച്ചിലാണ് നീട്ട് വരുന്നത്. അപ്പോൾ നേരം ഒക്കെ ഇങ്ങനെ വെളുത്ത് വന്ന് ഇരിക്കുകയാണ്. മുറ്റാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അടിച്ച് വാരതൊക്കെ ആയിട്ട് കാറ്റും ഒക്കെ കൂടിയായിട്ട് മഴയൊക്കെ കൂടിയായിട്ട് കരിയിലൊക്കെ നനഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നാളെ സേവനവാരത്തിൻ്റെ ദിവസമാണ്. നാളെ ഒരു ദിവസം ഒഴിവ് കിട്ടുന്നതാണ് സേവനവാരം. അത് നടത്തിയതിന് ശേഷം അമ്മേൻ്റെ അടുത്ത് പോകണം, അമ്മേനെ കാണണം, അമ്മേനെ ഞങ്ങളെയും പോയി കാണണം. പിന്നെ സാധനങ്ങൾ മേടിക്കാണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ. എൻ്റെ മുഖത്ത് നല്ല നീരുണ്ട് അല്ലേ, ഇപ്പോഴും കുറവുണ്ട്. പക്ഷേ അലർജീൻ്റെ ഇതൊക്കെ ആകെ നീര് വന്ന് എന്താ പറയുക, വല്ലാത്തൊരവസ്ഥയാണ്. ആൾക്കാർ വിചാരിക്കുന്നത് തിന്നിട്ടുള്ള തടിയാണ്. എന്ത് തീറ്റ, തിന്നാതെ ഇട്ടോ. വെള്ളം പോലും, അതായത് ഒരു കട്ടൻ ചായൻ്റെ വെള്ളം അപ്പോൾ അതാ രാവിലെ ഞാൻ കുടിക്കുന്നതാണ്. അത് തൊണ്ടയിൽ കൂടെ പോകുമ്പോൾ കീഴ്പ്പെട്ട് ഇറങ്ങാത്ത പോലെ. കാരണം അത്രമാത്രം ഭക്ഷണത്തിൻ്റെ കുറവാണ് എനിക്ക് വന്നിട്ടുള്ളത്. അതൊക്കെ കണ്ടില്ലേ, ഞരമ്പൊക്കെ ഫ്രെയിം പോലെ പെറുക്കിയെടുക്കാണ്ട് കയ്യിലും കാലിലും ഒക്കെ. ഈ ഇവിടെ കാണുന്നൊക്കെ തടി തന്നെ ഉള്ളൂ, അത് യഥാർത്ഥ തടിയല്ല. എല്ലാവരും വിചാരിക്കും തിന്ന് നല്ല തടിയാണ്. പക്ഷെ നമ്മളെ തടി നമുക്കെല്ലാം അറിയുള്ളൂ എന്ത് തടിയാണ്. തിന്നാപ്പം എന്താണ് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ തിന്നാൻ ഇഷ്ടം പോലെ വാങ്ങും. പക്ഷെ ഞാനൊക്കെ അങ്ങനെ ഒറ്റയ്ക്ക് വാങ്ങി തിന്നാൻ കഴിയൂല. എന്തൊരു സാധനം ഉണ്ടാക്കിയാലും ഞാൻ ആദ്യം അച്ഛനെയാണ് ഓർക്കുക. കാരണം അച്ഛനാണ് ഈ അടുപ്പിൻ്റെ പാതകം ഉണ്ടല്ലോ, വീതന എന്ന് പറയും മലപ്പുറം ജില്ലയിൽ. മറ്റേ തിരുവല്ല ഭാഗത്താണെങ്കിൽ പാതകം എന്ന് പറയും. അതിന്മേൽ കയറിയിരുന്നാണ് ചായ കുടിക്കുക. അത് കയറും അടുപ്പത്ത് തീ കൂട്ടലും, തണുപ്പ് കാലം വന്നാൽ അടുപ്പിൻ്റെ അവിടെ കയറിയിരുന്ന് തീ കായലും ചായ കുടിക്കലും അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു. അപ്പം ആദ്യം ഓർക്കണൊരു വ്യക്തിയാണ് കേട്ടോ ഇരിക്കണതാ ഫോട്ടത്തിൽ എടുത്ത് കാണുന്നുണ്ടോന്ന് അറിയില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരാധിക്കുന്ന ദൈവങ്ങളാണ്. അതുകൊണ്ടൊക്കെ എന്താ അവരൊക്കെ ഞാൻ ആരാധിക്കുന്ന ദൈവങ്ങളാണ്. പിന്നെ കൃഷ്ണൻ ഇവിടെ ഇങ്ങനെ പുറകിൽ ഒളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിഷു ആയിക്കൊണ്ട് എല്ലാവരും പുറത്ത് നല്ല വൃത്തിയാക്കണം. നാളെ സേവനവാരമാണ്. ഇതുണ്ടോ, ശ്രീലക്ഷ്മിക്ക് കിട്ടിയ മൊമെൻറ്റോകളും ട്രോഫികളൊക്കെ ഒന്നും വെക്കാനൊരു സ്ഥലമില്ല കേട്ടോ. നമുക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. അത് വെക്കാനൊന്നും ഒരു സ്ഥലമില്ലാത്തത് കൊണ്ട് അവിടെ ഇവിടെയൊക്കെ വാരി കൂട്ടിയിട്ടാണ്. എന്താ പറയാനുള്ളത്, ഇന്നിപ്പോൾ പരീക്ഷ 2 ദിവസം ഇനി പരീക്ഷ ഇല്ല, റെസ്റ്റാണ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കും, പരീക്ഷയ്ക്ക് പഠിച്ചിട്ടില്ലെങ്കിലെന്നല്ല, മാർക്കില്ലെങ്കിൽ മറ്റുള്ള സ്കൂളുകളിൽ എടുക്കൂല. പിന്നെ എന്താ വെച്ചാൽ 2 പരീക്ഷയ്ക്ക് ഇവർക്ക് മാർക്ക് കുറഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് കുറഞ്ഞതാണ്, പഠിക്കാഞ്ഞിട്ടല്ല, വീട്ടിൽ ഒരു സാഹചര്യം, അതായത് വീട്ടിൽ അനിയൻ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ ഞങ്ങൾ ആശുപത്രിക്ക്
ഒക്കെയായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ ഇവളെയും കൊണ്ട് അമ്മേനെ നോക്കണോടത്താണെങ്കിലും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എൻ്റെ കൂടെ നിർത്തിയെന്നു. എവിടെയും ആക്കാൻ ഞങ്ങൾക്കൊരു നിവർത്തിയില്ല. ആൾക്കാരുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എവിടെയും കൊണ്ടാക്കാനോ അല്ലെങ്കിൽ സ്കൂളിൽ പറഞ്ഞു വിടാനോ ഞാൻ ചെയ്യണമാര് ചെയ്ത് കൊടുക്കാനും ഇതിനും ആളില്ലാത്തതുകൊണ്ട് അങ്ങനെ കുറേ ക്ലാസ്സുകൾ അറ്റൻഡ് ആവാതെ പോയി. ഈ ഒരു വർഷം ഇനി എന്താണ് സംഭവിക്കുക എന്നറിയില്ല. ഒരു ടെൻഷൻ ഉണ്ട്. എന്താ പറയുക, നല്ലോണം പഠിച്ചെന്നൊരു കുട്ടിയാണ്. വന്ന് എന്താ പറയുക, വീട്ടിലത്തെ പ്രശ്നങ്ങൾ കാരണം മാനസികമായിട്ട് വല്ലാത്തൊരവസ്ഥയിലായി. ഈ ഒരു പരീക്ഷയ്ക്ക് മാർക്കില്ലെങ്കിൽ പ്രശ്നങ്ങൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാഷ്. എന്തൊക്കെ ചെയ്യുക, നമ്മളെ സാഹചര്യങ്ങൾ അങ്ങനെയായിപ്പോയി, മാറി മറിഞ്ഞു. പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടവർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഒക്കെ പോയി കളഞ്ഞു. അപ്പോൾ അവർ സന്തോഷമായിട്ട് ജീവിക്കണം. എൻ്റെയും എൻ്റെ കുട്ടീൻ്റെയും ജീവിതമാണ് അവതാളത്തിലായത്. എനിക്ക് പണിക്ക് പോകാൻ കടയ്ക്ക് പറ്റിയില്ല. ഞാൻ ഇടയ്ക്കും തലയ്ക്കൊക്കെ പോകും. എന്നാലും കടേൻ്റെ ഉടമ ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് അവർ നമ്മുടെ പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മളെ കൂടെ നിന്ന് ശമ്പളം തരുമ്പോൾ ആ ശമ്പളം പോലും കുറേ ദിവസം ഞാൻ ചെന്നിട്ടില്ല. എന്നാലും കട്ടാക്കിക്കോളാൻ പറഞ്ഞാലും കട്ടാക്കാതെ അങ്ങനെ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ സ്കൂളുകൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും പഠിപ്പിക്കണം എന്നുള്ളൊരിതായിരുന്നു. ഇപ്പോൾ കുറേ സ്കൂളുകൾ നഷ്ടപ്പെട്ടു, ക്ലാസ്സുകൾ പഠിക്കാൻ പറ്റിയില്ല. പരീക്ഷയ്ക്ക് നമ്മൾ സ്കൂളിൽ അറ്റൻഡായി അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന പാഠങ്ങൾ പഠിച്ചാലല്ലേ നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇത് സ്കൂളിൽ പോകേണ്ട സമയത്ത് ഞങ്ങൾ ഇവരെയും കൊണ്ട് രണ്ടാളെയും കൊണ്ട് ആശുപത്രിയിൽ കൂടി നടക്കുന്ന പണിയായിപ്പോയി. എന്താ പറയുക, പരീക്ഷണത്തിന് ഞങ്ങൾ രണ്ടാളും ഉണ്ടായതുകൊണ്ട് ഇന്ന് രണ്ടാളും സേഫ്റ്റി ആയിട്ട് ഇരിക്കുന്നുണ്ട്. എന്തോന്നറിയില്ല, ഞങ്ങൾ ദൈവത്തിൻ്റെ പോലെ ഞങ്ങൾ ഇവിടെ എത്തിച്ചതാണ്. ഈ ഒരു പ്രശ്നം കാരണം ഞാൻ ഇവിടെ വന്നിരിക്കുക കാരണമാണല്ലോ രണ്ടാളല്ല 4 ജീവൻ പോവാതെ കഴിച്ചിലായി. പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങി. അവരവിടെയാണ്, പ്രശ്നങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അവൻ പണിക്ക് പോവില്ല, അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ കിടക്കും, അമ്മേനെ നോക്കാമെന്നും പറഞ്ഞ് അമ്മേൻ്റെ വീട്ടിലാണ് അമ്മ. ഞായറാഴ്ച ദിവസങ്ങളിൽ എനിക്ക് കിട്ടണേന്നൊരു പങ്ക് ഞാൻ എപ്പോഴും ഞങ്ങൾ തിന്നിട്ടില്ലെങ്കിലും ഞാൻ എന്തുണ്ടെങ്കിലും വാങ്ങിക്കൊണ്ട് കൊടുക്കലുണ്ട്. പക്ഷെ അവർ കുറച്ച് ദിവസങ്ങൾ എന്നെയും കുട്ടീനെയും ഞങ്ങളെ കുറച്ച് അസുഖങ്ങൾ ബാധിച്ചങ്ങനെ നമുക്ക് പോകാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് വന്നു. കുറവുണ്ട്. നാളെ പോകണം സാധനങ്ങളൊക്കെ മേടിച്ച്. മക്കൾ കുറേ ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല, ആരുമില്ല ഉപകാരത്തിന്, ഞാൻ തന്നെ ഉള്ളൂ. ഞാൻ എന്നെ കൊണ്ട് പറ്റണ മാതിരി പണിയില്ലാത്ത നേരത്ത് ഞാൻ പോകും, കാണും, അങ്ങനെ പോരും. കുറേ എന്നെ കാണുമ്പോൾ കരയും, കുറേ എന്നോട് ഇടങ്ങേറ് പറയും, മറ്റവർ വന്നില്ല മറിച്ചവർ വന്നില്ല. ഞാനപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറയും, എന്നോട് എൻ്റെ കാര്യങ്ങൾ ചോദിക്കുക. ഞാൻ ഡെയിലിക്ക് വരാൻ പറ്റൂല, ഞായറാഴ്ച ദിവസം കുട്ടിക്ക് സ്കൂളില്ലാത്ത ദിവസം, അത് എല്ലാ ഞായറാഴ്ചയും പോകാനും പറ്റൂല. എവിടെയും വേണ്ടേ തട്ടിയും കൊട്ടി അടിച്ചു വരും, ഇവിടെ ആൾപ്പാർപ്പില്ലാത്ത മാതിരിയാവൂലേ. അപ്പോൾ അല്ലെങ്കിൽ തന്നെ വീട് പൊളിഞ്ഞാടായിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ കിട്ടും നോക്കിയിട്ടും കാര്യമില്ല, ഇന്നത്തെ കാലത്ത് നടക്കണില്ല. അപ്പോൾ എന്താ പറയുക, എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ ഞായറാഴ്ച ഒരു ദിവസം ഒഴിവ് കിട്ടിയാലും എങ്ങോട്ടും തിരിയാൻ പറ്റുക. കഴിഞ്ഞ ഞായറാഴ്ച ഒരു വഴിപാടുണ്ടായിരുന്നു, കൊടുക്കാൻ ഗുരുവായൂർ പോയി, അത് കൊടുത്തു. നമ്മൾ നേർച്ച കടങ്ങൾ ഒരിക്കലും വയ്ക്കാൻ പറ്റില്ല. നമുക്കൊരു കുറവ് വന്നാൽ നമ്മളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണം. നമ്മൾ കുറേ വാങ്ങി അതൊന്നും തിന്നിട്ട് കാര്യമില്ല, നമ്മൾ നേർച്ചക്കടങ്ങൾ വെച്ചേക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ അതൊക്കെ കൊണ്ടു കൊടുത്തു, സമാധാനമായി. എങ്കിലും ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. ഉപ്പുമാവ് വെള്ളം വറ്റി തുടങ്ങിയിട്ട് ഫാനിൻ്റെ ഒച്ചയൊക്കെ അതിൽ കേൾക്കുന്നുണ്ടാവും. അങ്ങനെ രാത്രിയായാൽ ഉറക്കമില്ല, പല ടെൻഷനുകളാണ്. ഒന്ന് അടുത്തത് ഇനി പാസ്സായാൽ വേറെ ഏത് സ്കൂളിലേക്കാണ് മാറ്റണോ, അത് എവിടെയും കൊണ്ടാക്കണ കാര്യത്തിനെ കുറിച്ച്, അത് എല്ലാം കൊണ്ടും ഒരു 2 ദിവസമായിട്ട് വീഡിയോ ഒന്നുമില്ല. ഒന്നാമത് എന്താ വെച്ചാൽ സമയം കിട്ടണില്ല.
രാവിലെ ഒരു ഓട്ടപ്പാച്ചിലാണ്. രാവിലെ നീട്ടതാ സ്കൂളിലേക്ക് ഇത്രയും വലിപ്പമായി പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടോ, എല്ലാതും എടുത്തുവെച്ച് കൊടുക്കണം. കുളിക്കാനുള്ള വെള്ളമാണേലും എല്ലാ കാര്യങ്ങളും. രാവിലെ ചായ ഉണ്ടാക്കി വെച്ച ചായ വരെ എടുത്ത്, ചായ പൊതുവേ കുടിയില്ല. കടിയാണെങ്കിലും ചോറാണെങ്കിലും അത് എടുത്ത് തിന്നണ പരിപാടിയില്ല. ഒക്കെ എടുത്ത് കൊടുത്ത് അങ്ങനെ കൈൻ്റെ അവിടെ അങ്ങനെ മുട്ടിച്ച് കൊടുത്തെങ്കിലേ തിന്നുള്ളൂ. അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും വേണം നോക്കുക. യൂണിഫോം ഇസ്തിരിക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കണം. എന്താ പറയുക, വയ്യ. രാവിലെ ഓട്ടപ്പാച്ചിലും പിന്നെ ഒരു ഞായറാഴ്ച വന്നാൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കട്ടെ എന്നാൽ അതിനുമില്ല സമയം. അപ്പോൾ ഈ ഓട്ടപ്പാച്ചിൽ തന്നെ. എന്നാൽ അതിനൊക്കെ ഒരു സമാപനം ഉണ്ടാവുമെന്ന് അറിയില്ല. ഞാൻ അവളോട് എപ്പോഴും പറയും, ജീവനോ ആണ് പോയി കിട്ടിയിരുന്നെങ്കിൽ അപ്പോൾ ഞാൻ പറയും അവിടെ കിടക്കാൻ ദൂരം ഉണ്ടാവില്ല, കുഴി കിടക്കാൻ. ഇവിടുന്ന് ദൂരം ഉണ്ടാവുക, ഇവിടുന്ന് ഇതാണെങ്കിൽ പിന്നെ അവിടെ കിടക്കാൻ ദൂരം ഉണ്ടാവും. അതങ്ങനെ. ഏതായാലും എന്താ പറയുക, ഒരു വീഡിയോ എന്തെങ്കിലും ഇടാൻ ഉള്ള സമയത്താണ്, ഉള്ള സമയം കൊണ്ട് ഇടുന്നതാണ് കേട്ടോ രാവിലെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വെള്ളം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ടാങ്കിക്ക് തുറന്നു വിട്ടേക്കാണ്. 3 ടാങ്കി ഉണ്ട്. 3 ടാങ്കി ഫുള്ളാക്കി. ഇനി 4ാമത്തെ ടാങ്കി എനിക്ക് ഇട്ടിട്ടുണ്ട്. ഒരു കുറ്റിയാണ് നീല. അപ്പോൾ അതേക്ക് തുറന്നു വിട്ടിട്ടുണ്ട്. അവിടെ നിറഞ്ഞിട്ട് വേണം. ഉപ്പുമാവ് ഞാൻ വാങ്ങി വെച്ചു കേട്ടോ. വാങ്ങി വയ്ക്കാൻ വേണ്ടിയിട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ കട്ടൻ ചായ, മധുരമില്ലാത്ത കട്ടൻ ചായക്ക് മധുരം അങ്ങനെ ഭയങ്കര ഇഷ്ടമല്ല. ഓറ് മധുരവും പറ്റൂല, നേരിയ മധുരം. ഇതിപ്പോൾ ഞാൻ മധുരം ഇടാതെയാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അവിടേക്ക് പോകണതിൻ്റെ മുന്നേ കുറച്ച് മധുരം ഇട്ടിട്ട് കുടിക്കും. അങ്ങനെയൊക്കെ ഒരു ജീവിതം. പിന്നെ വൈകുന്നേരത്ത് മാത്രം എന്തെങ്കിലും തിന്നും. അത് ചിലപ്പോൾ രാവിലെ ഇപ്പോൾ ഈ വെച്ച ഉപ്പുമാവ് ഉണ്ടെങ്കിൽ ഞാൻ ചോറൊന്നും വയ്ക്കില്ല. കുറച്ച് തൈരുണ്ടിരിക്കണം. അപ്പോൾ അത് വെച്ച് ഒരു സലാഡ് ഉണ്ടാക്കണം. അപ്പോൾ കൂട്ടി പിന്നെ ശ്രീലക്ഷ്മിക്ക് 2 പപ്പടം കാച്ചി. ഒന്ന് കടയ്ക്ക് പോകുമ്പോൾ ഓളെ കൊണ്ടുപോകണം. സ്കൂളിലല്ലോ, വേറെ എവിടെ ആക്കാൻ നിവർത്തിയില്ല. അപ്പോൾ രാവിലെ കടയ്ക്ക് കൊണ്ടുപോകുമ്പോൾ വെള്ളം, ചോറ് ഇതൊക്കെ കയ്യിലെടുത്തിട്ട് വേണം പോകാൻ. ഞാൻ ചോറിനലില്ല, അപ്പോൾ ഒക്കെ പാത്രത്തിലാക്കണം. പിന്നെ ഇനി വൈകുന്നേരത്ത് വന്നിട്ട് ബാക്കിയുള്ള പണികളൊക്കെ ഉണ്ട്. നാളെ ഞായറാഴ്ച, നാളെ ഒരു മിനിറ്റ് നിന്ന് തിരിയാൻ നേരമില്ല. നേരത്തെ നീട്ട് മുറ്റൊക്കെ ആകെ അടിച്ചോരി തുടച്ച് കഴുകാളൊക്കെ ഒന്നിപ്പോൾ വൈകുന്നേരം വന്നിട്ട് കഴുകിയിടും. പിന്നെ അമ്മേൻ്റെ അടുത്തേക്ക് പോകണം, സാധനങ്ങൾ മേടിക്കണം, കണ്ട് പണി. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ ഇടയ്ക്കൊക്കെ പോക്കുണ്ട്. സുഖമില്ലാത്ത വന്ന കാരണത്താൽ ഞാൻ ആകെ ഇടങ്ങാറായി. ചായ കുടിച്ചാണ്. അപ്പോൾ ഞങ്ങൾ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ കാണുക എല്ലാവരും. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിക്കുക കേട്ടോ.